ഇപ്പം നമ്മൾ മേടിച്ചേക്കുന്ന ഈ ക്യാബിനറ്റിന് 35 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 5800 ആണ് ഇതിൻ്റെ MRP വരുന്നത്. സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് കാച്ചിയേക്കാം. സാധനം കൊള്ളാൻ കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ഫ്രിഡ്ജ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു ഡീഹ്യൂമിഡിഫയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു ആംബിയൻറ്റ് ഹ്യൂമിഡിറ്റി അകത്ത് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഈ ലെൻസൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ്. ഇവിടെ നമുക്ക് ക്യാമറയും അങ്ങനത്തെ ബാറ്ററി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്കൊന്ന് തിരിച്ച് നോക്കാവേ. ഇത് ഇവിടെയാണ് ഇതിൻ്റെ സീരിയൽ നമ്പറും ഡീറ്റെയിൽസും കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന പോർഷൻ. ഇത് നമുക്ക് പുറകോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചാർജർ വരുന്ന ഇതാണ്. ഇത് ഇപ്പോൾ ഒരു പച്ച ലൈറ്റ് തെളിഞ്ഞ് കാണാം. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കൂടെ 2 കീയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വെക്കാം. ആരും വന്ന് അടിച്ചുകൊണ്ട് പോകത്തില്ല. ഈ കാണുന്നതാണ് ഡീഹ്യൂമിഡിഫയർ. ഇതിനകത്ത് ഇങ്ങനെ A to E അഡ്ജസ്റ്റ്മെൻറ്റ് നോബുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ 75% ആണ് കാണിക്കുന്നത്. അതിനിപ്പം കുറഞ്ഞ് ഒരു 40 to 50, 45 റേഞ്ചിലൊക്കെ വന്ന് നിൽക്കും. അവിടെയാണ് നമുക്ക് നമ്മുടെ ക്യാമറയൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്.